തിരുവനന്തപുരം നഗരസഭയിലേക്ക് 50 എന്ന മാന്ത്രിക സംഖ്യയുമായി BJP ഓടിക്കയറുമ്പോൾ ഒരാളുടെ പണി പോയി, മറ്റൊരാൾക്ക് നിലച്ചിരിക്കാതെ ജോലിയും കിട്ടി. ആരൊക്കെയാണ് ഇവരെന്നല്ലേ? രണ്ടുപേരും പ്രമുഖർ തന്നെയാണ്. ഒരാൾ മുൻ മേയറെങ്കിൽ ഒരാൾ മേയർ സ്ഥാനം കിട്ടുമെന്ന് ഏറെ കൊതിച്ച് നടന്നയാൾ. നഗരസഭാ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ് പണി പോയത്. വൈകാതെ പാർട്ടിയിൽ നിന്നുള്ള ഉള്ള പദവികളും പോകും. ആര്യ രാജേന്ദ്രൻ വെറുമൊരു ശിശു മാത്രമാണെന്ന് ആദ്യമൊക്കെ നാട്ടുകാർ പറഞ്ഞപ്പോൾ സഖാക്കൾ മാത്രം കേട്ടില്ല. 5 വർഷം വേണ്ടി വന്നു അവർക്ക് ആര്യ രാജേന്ദ്രൻ ബാലസംഘത്തിൽ പ്രവർത്തിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കുട്ടിയാണെന്നും അത്ര പക്വതയെ അവർക്കുള്ളൂ എന്നും മനസ്സിലാക്കാൻ. അങ്ങനെ ഇതാ ആര്യ രാജേന്ദ്രൻ തെറിച്ചു. അടുത്ത തവണ നിയമസഭയിൽ മത്സരിക്കാൻ നിയമം നോക്കി വച്ചിരിക്കുകയാണ്. നിയമമല്ല, തിരുവനന്തപുരം തന്നെ കൊടുക്കണം CPM ആര്യയ്ക്ക് മത്സരിക്കാൻ. കാരണം അവിടെയും BJPക്ക് ജയിക്കണമല്ലോ. ഇനി അടുത്തത് ശബരിനാഥ്. കവടിയാറിൽ ജയിച്ചു. UDFിൻ്റെ പ്രഖ്യാപിത മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനേക്കാൾ വലിയൊരു ഉപയോഗം ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥരുടെ ഭർത്താവായ ശബരിനാഥിന് ഒരു ജോലി കിട്ടിയിരിക്കുന്നു. കവടിയാറിലെ മേയർ. 5 കൊല്ലത്തേക്ക് ശബരിനാഥിൻ്റെ ഒരു ശല്യവും ഇനി ഉണ്ടാകില്ല. പക്ഷേ അവിടെയും ഒരു ഉടക്കുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ 3ാമതായിപ്പോയി. പ്രതിപക്ഷ നേതൃസ്ഥാനം നഗരസഭയിൽ LDF ഇതാ കൊണ്ടുപോയിരിക്കുന്നു. വെറും 19 സീറ്റാണ് UDFന് ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ലഭിച്ചത്. എന്തായാലും നഗരത്തിലെ സമ്പന്ന വോട്ടർമാരുള്ള കവടിയാറിൽ നിന്ന് മത്സരിച്ചത് കൊണ്ട് മുരളീധരൻ കുറേ വേർപ്പൊഴുക്കിയത് കൊണ്ട് ശബരിനാഥ് ജയിച്ചു കിട്ടും. സ്വന്തം വീട്ടിലിരിക്കുന്ന ശാസ്ത്രമൂലത്തിൽ ജയിച്ചതാരാണെന്നറിയണ്ടേ? BJPയുടെ സൂപ്പർ താരമായ ശ്രീലേഖ IPS. അങ്ങനെ സാക്ഷാൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ജോലി പോയി. മേയർ സ്ഥാനാർത്ഥിയായി വന്ന ശബരിനാഥിന് ജോലിയും കിട്ടി.